ഇത് വല്ലോ നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടാ? പിന്നെ നടക്കുന്നുണ്ടല്ലോ അവൻ ആ പെണ്ണിന്റെ പുറകെ, അല്ലാണ്ട് വേറൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡാ മരകത്തി പോറാ ഇങ്ങുവാ. കോമളവില്ലേക്ക് വീട്ടിൽ പോയിട്ട് സമയം കുറേ, നീ ഇങ്ങുവാ. അങ്ങോട്ട് വളയുന്നില്ലല്ലോടാ. ഞാൻ എന്റെ ഉള്ളിൽ ഇല്ലാത്ത കഴിവെല്ലാം പുറത്തെടുക്കേണ്ടി വരുവാ. ഇനി അതിന്റെ ഒരു ഓർമ്മ കൂടി ഉള്ളു. ഇവിടെ നിന്റെ ഉള്ള കഴിവെന്നെ മനുഷ്യനോട് സഹിക്കാൻ പറ്റും. അങ്ങോട്ട് നോക്കിക്കേ. എടാ, അത് നിന്റെ അളിയൻ ടു ബി അല്ലേ? അവന്റെ കൂടെ ആരാന്ന്? ട്യൂഷനാന്ന് പറഞ്ഞു വരുന്നതിൽ വീട്ടില് സംശയമൊന്നുമില്ലല്ലോ അല്ലേ? എന്തേ വീരശ്വര പരാക്രമിക്കുമ്പോ പേടിയാണോ? ഇതുവരെ വീട്ടിലാരും അറിഞ്ഞിട്ടില്ല. ഏയ് പേടിയോ ഇരിക്കോ? പിന്നെ ചുമ്മാ എന്തിനാ, അതുകൊണ്ടൊന്ന്. അളിയോ, എന്താ ഒരു ചുറ്റിക്കളി? ഓ മൈ ഗോഡ്, ഈ മരം കുത്തിക്കൊണ്ടാവുന്നുണ്ട് ഇവിടെ. അത് ട്യൂഷൻ മാത്സിന്റെ കുറച്ച് വഴിക്കണക്കുകളൊക്കെ പറഞ്ഞു കൊടുക്കാനുണ്ടായിരുന്നു. ഇങ്ങനത്തെ കണക്ക് കൂട്ടലുകളാണെങ്കിൽ വഴി തെറ്റും. വീട്ടിൽ പൊടി. എന്റെ പൊന്നി ഇവന്റെ കളിയെ നിങ്ങൾക്ക് നാണം ഉണ്ടോ? ആ കൊച്ചിന് 18 വയസ്സ് പോലും ആയിട്ടില്ല. 18 ആയില്ലെങ്കിൽ ഇപ്പൊ എന്താ? ഓ പൊന്നു മനുഷ്യ, ജോസ്കോ. മണ്ടത്തരം പറയല്ല, ബോസ്കോ. Hey, it's POCSO, Protection of Children from Sexual Offenses. ഓ ചലിക്കുന്ന ChatGPT വന്നു. എന്തെങ്കിലും തേങ്ങയാവട്ടെ, എന്നാലും അളിയനെ കാണിക്കുന്നത് ശരിയല്ല. നിങ്ങളുടെ പെങ്ങളുടെ പുറകെ ഞാനൊന്നും നടന്നപ്പോ നിങ്ങൾക്ക് ഭയങ്കര കുറ്റമായിരുന്നല്ലോ. ഇപ്പം എന്റെ കസിന്റെ പുറകെ നിങ്ങൾക്ക് കിടക്കാല്ലേ? എടാ, അത് അങ്ങനെയല്ല. അല്ല, നിനക്ക് എന്നെ അളിയാന്ന് വിളിച്ചാ പോരെ, അതിങ്ങനെ ആവാലോ. അങ്ങനെ തന്നെ ആവണമെന്നില്ലല്ലോ. എന്റെ പൊഞ്ഞ് പിണ്ണാക്ക് തന്നെ അളിയാന്ന് വിളിക്കാനുള്ള ബോധി കൊണ്ടൊന്നുമല്ല, എനിക്ക് അവളെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പുറകെ നടക്കുന്നത്. ഈയിടെ ചെറുക്ക അവക്ക് അവളുടെ അക്കാഡമിയിലുള്ള ഏത് ഒരുത്തനായിട്ട് എന്തൊക്കെയോ ചുറ്റിക്കളിയുണ്ട്. അത് അറിഞ്ഞോണ്ടല്ലേ ഞങ്ങൾ നിന്നെ രക്ഷിക്കാൻ നോക്കുന്നേ. നീ പോ, അവക്ക് അവനെയാണ് ഇഷ്ടം, നിന്നെയല്ല. നിനക്ക് സംശയമുണ്ട്, നീ ഇപ്പൊ അന്വേഷിച്ചു നോക്ക്. ഞാനിതങ്ങനെ വിട്ട് കളയുന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഇതെങ്ങാനും കള്ളത്തരമാണെങ്കിൽ അറിയാം, ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞൊരു വരവെന്നും വരും. വാടാ. ഇതാണ് അവളുടെ അക്കാഡമി. വാവ്, നല്ല വിജൃംഭിച്ചിട്ടുണ്ടല്ലോ. എടാ അവള്. ഓ അളിഞ്ഞ് ഒന്ന് മൈൻഡാക്കി കൂടിയില്ല. ബാ നമുക്ക് പുറകെ പോയി നോക്കാം. ആഹാ സബാഷ്. പോയാലോടാ, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമുണ്ടാ? എക്സ്ക്യൂസ് മീ, ഈ അവസരത്തിൽ ചോദിക്കാൻ പാടുണ്ടോന്ന് അറിയത്തില്ല. ഇന്നലത്തെ ഡാൻസിന്റെ പൈസ ഒന്ന് സെറ്റ് ആക്കിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പോയിരുന്നു. അടുത്ത പരിപാടി ഉണ്ടേ. ആരെങ്കിലും ഒന്ന് കൊടുത്ത് പറഞ്ഞു വിടടേ ഇതിനെയൊക്കെ. ഓരോന്ന് പോകുമ്പോ ഓരോന്ന് കയറി വരുവാണല്ലോ. ബാറു, നല്ല ബെസ്റ്റ് ടൈം ആട്ടാ നിന്റെ. ഇതും അങ്ങോട്ട് നോക്കൂ, അടുത്ത പടി ഗൂഗിൾ മാപ്പും പിടിച്ചു വന്നേക്കുന്നു.